പട്ടി തെണ്ടി ചെറ്റെ നായിന്റെ മോനെ. വീടിന് പുറത്തുനിന്ന് നാടോട്ട് കേൾക്കുന്ന വിധത്തിലുള്ള അലർച്ച കേട്ടാണ് കിഷോർ എന്ന കിച്ചു കണ്ണൂറന്ന്. നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ. കിച്ചു പാതി ഉറക്കത്തിൽ ആലോചിച്ചു. വീണ്ടും ചെവി തുളക്കുന്ന വിധത്തിൽ ശബ്ദമുയർന്നു. കിച്ചു പുതപ്പ് വലിച്ചെറിഞ്ഞ് പുറത്തേക്ക് ഓടി. ആ വൃത്തിയോട് ഇറങ്ങി വരാൻ പറ, അവനെ കണ്ട് രണ്ട് പറഞ്ഞിട്ട് ഞാൻ പോണുള്ളൂ. ഓട്ടത്തിനിടയിൽ അവൻ ആർച്ചയുടെ ശബ്ദം വീണ്ടും ഉയർന്നു കേട്ടു. പടികളിറങ്ങി ഹാളിൽ എത്തിയപ്പോഴേ കണ്ടു അമ്മ കവിതയും അനിയത്തി കീർത്തിയും മുൻവശത്തെ വാതിലിനടുത്ത് നിൽക്കുന്നുണ്ട്. കണ്ടാലറിയാം രാവിലെ തന്നെ ആർച്ചയുടെ ഭാഷാ പ്രാവീണ്യത്തിൽ കണ്ണുതള്ളി നിൽക്കുന്നതാണെന്ന്. ആർച്ചേ, രാവിലെ തന്നെ വീടിന് മുമ്പിൽ വന്ന് മര്യാദയില്ലാണ്ട് സംസാരിക്കരുത്. കീത്തുവിന്റെ ഫ്രണ്ട് ആയതുകൊണ്ടാ ഞാൻ ഒന്നും പറയാണ്ട് നിൽക്കുന്നത്. അച്ഛൻ സന്തോഷിന്റെ ശബ്ദം കേട്ട് കിച്ചു ഒന്ന് ഞെട്ടി. ദൈവമേ, അച്ഛൻ ഇതുവരെ കടയിൽ പോയില്ലേ? അവൻ സ്വയം അറിയാതെ ചോദിച്ചു പോയി. സന്തോഷ് ടൗണിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുകയാണ്. അമ്മ കവിത അധ്യാപികയും. സാറിന്റെ മോനെ അറിയിക്കുന്ന മര്യാദ ഞാൻ കാണിച്ചു കൊടുത്താ അവന്റെ കയ്യോ കാലം ഞാൻ തല്ലിയൊടിക്കേണ്ടി വരും. അത് ഞാൻ ചെയ്യാത്തതാ. എന്റെ അച്ഛനമ്മ എനിക്ക് ഇത്തിരി മര്യാദ പഠിപ്പിച്ചു തന്നോണ്ടാ. ആർച്ച ഒരു കൂസലില്ലാതെ പറയുന്നുണ്ട്. കിച്ചു ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങി. അച്ഛനെ ശ്രദ്ധിച്ചില്ലെന്ന മട്ടിൽ അവിടെ അടുത്തേക്ക് ചെന്നു. മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കി. ദേഷ്യത്താൽ ചുവന്ന് നിൽക്കുന്ന അവരുടെ മുഖം കണ്ടതും കിച്ചുവിന്റെ മുഖം വിളറി. ആരു? കിച്ചു അവളുടെ അടുത്തേക്ക് നീങ്ങി പതിയെ വിളിച്ചു. ഒരൊറ്റ ആട്ടിൽ മുന്നിലേക്ക് നീങ്ങിയതിനേക്കാൾ വേഗത്തിൽ കിച്ചു പുറകിലേക്ക് ചാടി. ആർച്ച രൂക്ഷമായി അവനെ നോക്കി. ആരാണ് നിന്റെ ആരു? വൃത്തിയിട്ടവനെ! കഴിഞ്ഞ 2 ആഴ്ചയിൽ നിന്നെ കാണാനും സംസാരിക്കാനും വേണ്ടി ഞാൻ ശ്രമിക്കുക. എപ്പോ അന്വേഷിച്ചാലും നീ ഉണ്ടാവില്ല. എന്നിട്ട് ഒടുവിൽ നീ എന്താ എന്നെ വിളിച്ച് പറഞ്ഞ് നിന്റെ കല്യാണം ഉറപ്പിച്ചു. നമ്മൾ തമ്മിലുള്ള പ്രണയം മറക്കണം, നിന്നെ നല്ല സുഹൃത്തായിട്ട് കാണുന്നു അല്ലേ? നീ പറഞ്ഞ് അന്വേഷിക്കാനും ഉറപ്പുവരുത്താനും വേണ്ടിയാ ഞാൻ 2 ദിവസം കാത്തുനിന്ന്. സത്യാണെന്ന് ഉറപ്പായപ്പോ ശരി, നിനക്കെന്നെ വേണ്ടെങ്കിൽ വേണ്ട. അതിന്റെ കാരണം ഇതൊന്നും അറിഞ്ഞേക്കാന്ന് കരുതിയാ ഞാൻ ഇന്നലെ രാത്രി ഇവനെ വിളിച്ച്. ആർച്ച കിച്ചുവിനെ തറപ്പിച്ചു നോക്കി. സന്തോഷിലേക്ക് നോട്ടം മാറ്റി. ഇനി ഇവൾ പറയാൻ പോകുന്ന എന്താണെന്ന് ഓർത്തു അവന്റെ ബാക്കിയുണ്ടായിരുന്ന ജീവനും ആത്മവിശ്വാസവും ധൈര്യവുമെല്ലാം ചാടിയിറങ്ങി മെയിൻ റോഡ് വഴി അപ്പുറത്തെ കണ്ടം വഴി ഓടി. അപ്പൊ എന്താ? അവൾ എന്നെക്കാൾ സുന്ദരിയാ, എന്നെക്കാൾ പണക്കാരിയാ. പക്ഷെ എന്നെ പോലെ പാവല്ല, സ്നേഹിക്കാൻ അറിയില്ല. അവൾക്കൊരു അടിമയാണ് വേണ്ടത്. പിന്നെ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന് പറഞ്ഞോണ്ട് സമ്മതിച്ചു പോയി. ജീവിതം ഇനി അങ്ങോട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമായി പോകുന്ന എനിക്ക് പേടിയാ. അല്ലേ? അങ്ങനെയാണോ സന്തോഷ് സാറേ? ആംഗ്യ വിക്ഷേപങ്ങളോടെ പരിഹാസത്തോടെയുള്ള ആ ചോദ്യത്തിൽ സന്തോഷം ഒന്ന് പകച്ചു. ആംഗ്യമെന്നല്ലാതെ ഇന്ന് വരെ അവൾ വിളിച്ചിട്ടില്ല. അതിന്റെ കൂടെയായിരുന്ന ആർച്ചയുടെ ചോദ്യം അതയാളിൽ അമ്പരപ്പ് നിറച്ച്. ബ്രോക്കർ കൊണ്ടുവന്ന ആലോചന കിച്ചുവിന്റെ താല്പര്യപ്രകാരം തന്നെയാണ് മുന്നോട്ട് നീക്കിയത്. മാറ്റക്കല്യാണത്തിന് മാത്രമേ അവർക്ക് താല്പര്യമുള്ളൂ എന്നറിഞ്ഞപ്പോൾ കിച്ചു തന്നെയാണ് കീർത്തിയുടെ വിവാഹകാര്യം പറഞ്ഞത്. കീർത്തിയുമായി പയ്യന് പ്രായവ്യത്യാസം കൂടുതലാണെങ്കിൽ പോലും തങ്ങളെക്കാൾ മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയും രണ്ടുപേർക്കും കാനഡയിലാണ് ജോലി എന്നുള്ളതും അങ്ങനെ ഒരു കാര്യം അവഗണിക്കാൻ കാരണമായി. അയാൾ അല്ലെന്ന് തലയാട്ടി. തലചരിച്ച് കിഷോറിനെ നോക്കി. അവന്റെ മുഖത്ത് രക്തമായി ഉണ്ടായിരുന്നില്ല. ആർച്ചപതിയെ ചിരിച്ചു. കാര്യം അങ്ങനെയല്ല, ഇവൻ പറഞ്ഞ പച്ച കള്ളാണെന്ന് എനിക്ക് ഇന്നലെ തന്നെ മനസ്സിലായി. പക്ഷെ ഏതൊരു കാര്യമായാലും വെറുതെ ഊഹിച്ച് പറയുന്നത് ശരിയല്ലല്ലോ. ഇന്നലെ അവനെ വിളിച്ച് കാര്യം അന്വേഷിച്ചവൻ പറഞ്ഞതാ ഇവനെന്നെ മറക്കാൻ വയ്യ, ഞാനും അവന്റെ കൂടെ വേണമെന്ന്. ഒരിക്കലെങ്കിൽ ഒരിക്കൽ എന്റെ സ്നേഹം മുഴുവനായിട്ട് അവന് പകർന്നു നൽകണം. കൂടെ കൊണ്ടെടുക്കാൻ അവളും, സ്നേഹം പകരാൻ ഞാനും. അവൾ പല്ലിറുമി. സന്തോഷം കവിതയും വിളറി വെളുത്ത് നിന്നു. കിച്ചൊരു കുഴി കുഴിച്ച് സ്വയം അതിലിറങ്ങി കിടന്ന് മൂടിയാലോ എന്ന് വരെ ചിന്തിച്ചു പോയി. വേണ്ടടാ, നിന്നെ ആ കുഴിയിലിട്ട് ഞാൻ തന്നെ മൂടിക്കോളാം എന്നുള്ളൊരു അശരീരി കേട്ട പോലെ പെട്ടെന്ന് അവന് തോന്നി. കിച്ചു അച്ഛൻ്റെ നേരെ പാളി നോക്കി. കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. അവിടെ നിന്ന് തന്നെയാണെന്ന് അച്ഛൻ്റെ മുഖഭാവത്തിൽ നിന്ന് അവന് മനസ്സിലായി. ടെലിപ്പതി ടെലിപ്പതി എന്നും അവൻ്റെ ഉള്ളിൽ നിന്ന് ആരോ കരഞ്ഞു. ഇന്നലെ രാത്രിയിൽ നിനക്ക് ആ സ്നേഹം ആവോളം തരണമെന്ന് ഞാൻ കരുതിയതാ. പക്ഷെ രാത്രി ആയതുകൊണ്ട് നാട്ടുകാർക്ക് കാണാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയാ കലാപരിപാടി രാവിലെ ആക്കിയത്. ആർച്ച പറയുന്ന കേട്ട് സന്തോഷം ചുറ്റും നോക്കി. അയൽക്കാർ രാവിലെ ജോലിക്ക് പോകുന്നവരൊക്കെ അത്യാവശ്യം ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ചിലരുടെ മുഖത്ത് കാണുന്ന പരിഹാസം കണ്ടപ്പോൾ തന്നെ സന്തോഷിന് അമർഷം തോന്നി. അയാൾ കിച്ചുവിനെ നോക്കി പല്ലുകടിച്ചു. കിച്ചു പക്ഷെ ആർച്ച എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു. അതെന്താണെന്ന് ചിന്തിച്ച് തീരുന്നതിന് മുമ്പ് അവന്റെ തലവഴി എന്തോ വന്ന് വീണിരുന്നു. ചാണകത്തിന്റെ രൂക്ഷഗന്ധം മൂക്കിലേക്കും അതിന്റെ രുചി വായിലും അറിഞ്ഞതോടെ കിച്ചു നീട്ടിയൊന്ന് ഓക്കാനിച്ചു. മുഖത്തെ ചാണകം തുടച്ചു കളഞ്ഞ് കിച്ചു ആർച്ചയ്ക്ക് നേരെ കുതിച്ചു. ആർച്ച കയ്യിലെ ബക്കറ്റ് മുറുകെ പിടിച്ചൊന്ന് നീട്ടി വീശി. കിച്ചു പിടിച്ചു കിട്ടിയതുപോലെ നിന്ന് നെറ്റിയിലേക്ക് കൈ അമർത്തി പിടിച്ചു. ആർച്ച അവനെ നോക്കി പുച്ഛിച്ചിരിച്ചു. എടി പോടി എന്നൊക്കെ വിളിച്ച് എന്റെ നേരെ വരുന്നതിന് മുമ്പ് 10 വട്ടം ആലോചിക്കണം കിച്ചു ചോട്ടാ. ഇല്ലേ ചോട്ടൻ ഒഴിച്ചിലിനും പിഴിച്ചിലും ഒരു സ്ഥലം കൂടെ കണ്ടുവെക്കണം, അവൾ പരിഹാസത്തോടെ പറഞ്ഞു. അത് കേട്ടതും കിച്ചുവിന്റെ ഉള്ളിലുള്ള കോപം തനിയെ തണുത്തു. കരാട്ടെ പഠിക്കുന്ന പെണ്ണ, തനിക്കാണെങ്കിൽ നാടൻ തല്ലു പോലും വശമില്ല, വെറുതെ ഇടി വാങ്ങിച്ചു കൂട്ടണം. ചാണകത്തിൽ മുങ്ങി നിൽക്കുമ്പോഴും കിച്ചുവിന്റെ ചിന്തകൾ എക്സ്പ്രസ് വേഗതയിൽ സഞ്ചരിച്ചു. ഒടുവിൽ കൂടുതൽ അങ്ങോട്ട് ചെന്ന് ഉടക്കാൻ നിന്നാൽ തന്റെ തടികേടാണെന്ന് മനസ്സിലാക്കി കിച്ചു അടങ്ങി നിന്നു.
പോട്ടെ, ഇച്ചിരി ചാണകല്ലേ, മുങ്ങിക്കുളിച്ചാലങ്ങ് പോവും. ചെടി ചാണകം ഇട്ട് കൊടുത്താൽ തഴച്ചു വളരുന്നില്ലേ? ആക്ച്വലി ചാണകം വളരെ നല്ലൊരു ഇതാണല്ലോ. തലയിലൂടെ ഇഴഞ്ഞ് താഴെത്തിയ ഒരു പുഴുവിനെ തട്ടിത്തെറിപ്പിച്ച് കിച്ചു സ്വയം ആശ്വസിച്ചു. ഇത്രയെങ്കിലും നിന്നോട് ചെയ്തില്ലെങ്കിലേ എനിക്ക് മര്യാദ കിടന്നുറങ്ങാൻ പറ്റില്ല. ആർജ ചുണ്ടുകൊട്ടി പറഞ്ഞ് തിരിഞ്ഞടന്നു. 2 ചൂട് മുന്നിലേക്ക് വെച്ച് അവൾ തിരിഞ്ഞെന്ന് കീർത്തിയെ നോക്കി. കീർത്തി അത് പ്രതീക്ഷിച്ചെന്ന പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. നിന്നെ ഞാൻ എൻ്റെ ഒരു നല്ല ഫ്രണ്ടായി കണ്ടിരുന്നു കീർത്തി. പക്ഷേ നിന്റെ ഭാവി ഭദ്രാക്കാൻ നീ എൻ്റെ ഇമോഷൻസ് വെച്ചാ കളിച്ച്. നിന്റെ ഏട്ടന് വേണ്ടി നീയാണ് എൻ്റെ പുറകെയാണെന്ന് ഈ അലവരാതി ഇഷ്ടമാണെന്ന് പറയിപ്പിച്ച്. നീയായിട്ടുള്ള സൗഹൃദം ഒന്നും നിലനിൽക്കില്ലോ എന്നാണ് ആ സമയം ഞാൻ ആദ്യം ചിന്തിച്ച്. പക്ഷേ നീ ഉണ്ടല്ലോ. ആർച്ചയുടെ ശബ്ദം നിടറി. 8ാം ക്ലാസ് മുതൽ കൂടെയുള്ളവളാണ്. അവസാന വർഷ ബിരുദമായി നിൽക്കുമ്പോൾ കൂടെയുണ്ട്. അല്ല, ഉണ്ടായിരുന്നു. സ്വയം തിരുത്തി മനസ്സിന്റെ കോണിൽ ഉയർന്നു വരുന്ന സങ്കടത്തിന്റെ അവസാന കണികയും അകറ്റാനെന്ന പോലെ കണ്ണുകൾ ഇറുകെ അടച്ചൊന്ന് താർച്ച. കൺകോണിൽ പൊടിഞ്ഞ ഇത്തിരി കണ്ണുനീർ കൈ ഉയർത്തി തുടച്ചവൾ കീർത്തിയെ നോക്കി. അപ്രതീക്ഷിതമായി സൗഭാഗ്യം നിറഞ്ഞ ജീവിതം എനിക്ക് കിട്ടുന്നായപ്പോ നീ എന്നെ അങ്ങ് മറന്നു. നിന്നോട് നിന്റെ ഏട്ടനോട് ഉണ്ടായിരുന്ന എന്റെ സ്നേഹം മറന്നു. പലവട്ടം നിന്നോട് ഞാൻ ചോദിച്ചല്ലേ നീ എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോന്ന്. പക്ഷെ നീ ആർച്ച വിരൽ ചൂണ്ടി നിന്ന് കിതച്ചു. ഇന്നത്തോടെ തീർന്നു കീർത്തി. ഇവനോട് പോയി ഞാൻ ക്ഷമിച്ചെന്ന് വരും. പക്ഷെ കൂടെ നിന്ന് ചതിച്ച നിന്നോട് ഒരിക്കലുമില്ല. ഈ നിമിഷം മുതൽ നിങ്ങൾ രണ്ടുപേരും എന്റെ ശത്രുക്കളാ. ആർച്ച കടുത്ത സ്വരത്തിൽ പറഞ്ഞു. കീർത്തിയുടെ തല പാടെ കുനിഞ്ഞുപോയി. എത്ര പറഞ്ഞിട്ട് അമർഷം തീരാതെ കയ്യിലിരുന്ന ബക്കറ്റ് എടുത്ത് കിച്ചുവിന് നേരെ ഒരു ഏറും വെച്ചു കൊടുത്ത് വെട്ടിത്തിരിഞ്ഞ് ആർച്ച തല ഉയർത്തി പിടിച്ച് ഗേറ്റിന് പുറത്തേക്ക് നടന്നു. പുറകിൽ നിന്ന് ഏറുകൊണ്ട കിച്ചുവിന്റെ നിലവിളികൾക്ക് ചിരി വന്നെങ്കിലും ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. അവൾ ചിരി അടക്കി പിടിച്ച് നടന്നു. ഗേറ്റിന് പുറത്തേക്ക് കാൽ വെച്ച റോഡിന് എതിർവശത്ത് ബൈക്കും ചാരി നിൽക്കുന്ന ആളെ കണ്ടതും ആർച്ചൊന്ന് പരിങ്ങി. അച്ഛാ. 2 വശത്തേക്ക് നോക്കി അവൾ പതിയെ അയാളുടെ അടുത്തേക്ക് നടന്നു. അതെ, ഇത്രയും സമയത്ത് ഉണ്ടാക്കി വെച്ച ബിൽഡപ്പ് കളയില്ലേ അച്ഛാ, ബാക്കി വീട്ടിൽ പോയിട്ട്. ആർച്ച ശബ്ദം താഴ്ത്തി ആൾക്ക് കേൾക്കാൻ പാത്തിന് പറഞ്ഞു. കയറോ? എവിടെ? വണ്ടി കയറാൻ. പൊട്ടി വന്ന ചിരി മറച്ചു പിടിച്ച അയാൾ ഗൗരവത്തിൽ അവളോട് പറഞ്ഞു. കൊച്ചു കൊള്ളാല്ലേടാ. അവർ പോകുന്നു നോക്കി കിച്ചുവിന്റെ വീണ്ടും എതിർവശത്തുള്ള വീണ്ടും സീറ്റ് ഔട്ടിൽ നിന്ന പത്മ അരികിൽ നിന്ന് എല്ലാം നോക്കുന്ന ശരത്തിനെ നോക്കി. അപ്പുറത്തൊരുത്ത് ഇത്രയും കൊള്ളുന്ന കണ്ടിട്ട് നമുക്ക് മതിയായില്ലല്ലേ? ശരത്ത് അവരെ നോക്കി മുഖം ചുളിച്ച് ഉള്ളിലേക്ക് നടന്നു. പത്രം വായിച്ചുകൊണ്ടിരുന്ന ശരത്തിന്റെ അച്ഛൻ രാമചന്ദ്രൻ അത് കേട്ടത് ഉച്ചത്തിൽ ചിരിച്ചു. അയാളെ നോക്കി ചുണ്ടുകൂട്ടി ഉള്ളിലേക്ക് നടന്നു. സ്കൂൾ അധ്യാപകനാണ് ശരത്ത്. അടുത്തുള്ള ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് സ്ഥലം മാറി വന്നിട്ട് ദിവസങ്ങളായതേയുള്ളൂ. തലേ ദിവസം പോലും തന്റെ വീടിന് മുമ്പിലൂടെ അയൽവീട്ടിലെ പെൺകുട്ടിയുടെ കൂടെ ചിരിച്ചു കളിച്ച് സന്തോഷത്തോടെ ശാന്ത സ്വഭാവത്തോടെ നടന്നുപോയ പെൺകുട്ടി തന്നെയാണോ? കുറച്ചു മുമ്പ് അവിടുന്ന് ഇത്രയും സംസാരിച്ചെന്ന് ശരത്ത് ഒരു നിമിഷം ചിന്തിച്ചു നിന്നു. ചാണകത്തിൽ മുങ്ങി നിൽക്കുന്ന കിച്ചുവിന്റെ മുഖം ഓർമ്മ വന്നതും ശരത്ത് അറിയാതെ ചിരിച്ചുപോയി.